അങ്ങനെ ഇത്തവണയും നാഷണൽ അവാർഡ് തലത്തിൽ മമ്മൂക്ക തൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. 3 സിനിമകൾ കൊണ്ടാണ് കളം നിറയാൻ അവാർഡിലേക്ക് മമ്മൂക്ക എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഏതൊക്കെയാണ് ആ സിനിമകൾ എന്ന്. 2022 സിനിമകൾ പരിഗണിച്ചാണ് 2024 മികച്ച നടനും അതുപോലെ മറ്റുള്ള എല്ലാ അവാർഡുകളും തിരഞ്ഞെടുക്കുന്നത്. ഇനി 2023 സിനിമകളാണ് 2025 അവാർഡിലേക്ക് പരിഗണിക്കുക. മലയാളത്തിൽ നിന്നും മികച്ച നടനുള്ള അവാർഡുകൾ സ്വന്തമാക്കിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം തന്നെയാണ് ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉള്ളത്. 2 ക്യാരക്ടറായിട്ട് മമ്മൂക്ക നിറഞ്ഞാടിയ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു. ലിസ്റ്റിലുള്ള മമ്മൂക്കയുടെ 2ാമത്തെ സിനിമയാണ് പുഴു. രതിനെയാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. OTTയിലായിരുന്നു ഈ ഒരു ചിത്രം 2022 റിലീസ് ചെയ്തത്. മികച്ച പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ ഈ ഒരു ചിത്രത്തിനും ആ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റിലുള്ള മമ്മൂക്കയുടെ 3ാമത്തെ സിനിമയാണ് റോഷാക്ക്. നിസാം ബഷീർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. മമ്മൂട്ടി കമ്പനിയായിരുന്നു ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. അങ്ങനെ ഈ ഒരു ലിസ്റ്റിലുള്ള 3 സിനിമകളിൽ 2 സിനിമകളും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അവസാനത്തെ ഒരുപാട് വർഷങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മമ്മൂക്കയുടെ സിനിമകൾ അവസാന നിമിഷം അവാർഡിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് നാഷണൽ തലത്തിൽ കണ്ടുവരുന്നത്. അവാർഡിലേക്ക് ഇത്തവണയും ശക്തമായി മമ്മൂക്ക ഉണ്ടാവുമ്പോൾ ഇത്തവണ അവാർഡ് കൊടുക്കുമോ, അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞ് മമ്മൂക്കയെ ഒഴിവാക്കുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കേട്ടറിയാം. ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ചിത്രത്തിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടോ? ജസ്റ്റ് കമൻറ്റ്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജൻ.